ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ഗോവയ്ക്ക് പോവാൻ പോവാണ്. ഗായ്സ്, ഒരു രക്ഷയില്ല, ഒരേ പൊളി. ഈ കാണുന്ന ഇൻഡോർ എക്സ്പ്രസിലാണ് നമ്മൾ ഗോവയിലേക്ക് പോകാൻ പോകുന്നത്. സത്യം പറഞ്ഞാണ്ടല്ലോ ഗായ്സ്, നമുക്ക് പോകേണ്ടിയിരുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നമുക്ക് ആക്ച്വലി അവിടുത്തെ ട്രെയിൻ മിസ്സായി. അങ്ങനെ നമ്മൾ ഉടനെ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് നേരെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറി പോകാൻ പോകുന്നത്. അങ്ങനെ ഗായ്സ് ഓടി പഠിച്ച അവസാനം ട്രെയിനിൽ കയറി. ഗായ്സ് നല്ല ചൂട് ബിരിയാണിയും ഈ വ്യൂ. ഗായ്സ് നല്ല വിശപ്പുണ്ട്, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഇതൊന്ന് വയറ്റിലാക്കിയാൽ മതി. ഗായ്സ് ഇത് കണ്ടിട്ട് തക്കാളി ചോറുകളൊക്കെ ഉണ്ട്, ചിക്കൻ ബിരിയാണി എന്നാണ് പറഞ്ഞത്. ഗായ്സ് ആഹാരത്തിന് കുറ്റം പറയല്ല, പക്ഷെ സത്യം പറയല്ല, 130 രൂപ കൊടുത്ത് വാങ്ങിച്ച ബിരിയാണി, പക്ഷെ 10 പൈസയ്ക്ക് കൊള്ളൂല. ഒരുമാതിരി അരി എടുത്ത് വെള്ളത്തിൽ മുക്കി കുറച്ച് ചിക്കനും വാരിയിട്ട് തന്നാണൊക്കെ. സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി മോശമായതിൻ്റെ വിഷമത്തിൽ കിടന്നുറങ്ങി എണീറ്റപ്പോൾ നേരം അങ്ങ് ഇരുട്ടി. ട്രെയിനിലാണെങ്കിൽ ആളും കൂടി. ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കലേ നിർത്തി. അതുകൊണ്ട് കഴിഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ച് വടയും കുറച്ച് കേക്ക് വാങ്ങിച്ചങ്ങ് സ്റ്റോക്ക് ചെയ്ത്. ഗായ്സ് ഇനിയൊന്ന് കിടന്ന് ഉറങ്ങണം. സത്യം പറയാലോ നല്ല ക്ഷീണമുണ്ട്. ഗായ്സ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിലാണ്. ഇന്ന് രാവിലെയാണ് നമ്മൾ ആൾറെഡി ഇവിടെ എത്തിയത്. പക്ഷേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഉച്ചവരെ കിടന്ന് ഉറങ്ങി. ദാണ്ട് ഗായ്സ് ഒരാൾ ഇപ്പോഴും കിടന്ന് ഉറങ്ങുന്നുള്ളൂ, ഇതുവരെയായിട്ട് എണീറ്റിട്ടില്ല. ഡാ എണിച്ചാണ്, നമുക്ക് പരിപാടികൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. ദാ പിന്നെയും കിടന്നുറങ്ങണ അൻസുറാക്കോയ് എണിച്ചാണ്. ഗായ്സ് ഒരു രക്ഷയില്ല, പോത്ത് കണക്ക് കിടന്നുറങ്ങണം, ചവിട്ടി എണിപ്പിക്കണം അതിന്, അല്ലെങ്കിൽ എനിക്കൊന്നും തോന്നണില്ല. ഗായ്സ് ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ളൊരു പ്രൈവറ്റ് ബാൽക്കണിയാണിത്. ഞാൻ നേരത്തെ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. ഗായ്സ് എങ്ങനെയുണ്ട് ഇവിടുത്തെ വ്യൂ? ഇവിടെ ഒരു അടിപൊളി കോമൺ പൂളുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് നമ്മളെ റൂമൊന്ന് കാണിച്ചു തരാം. ഗായ്സ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയ കാണാം. അത്യാവശ്യം നല്ല രീതിക്ക് ഈ ലിവിങ് ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയർ ആയാലും അവിടുത്തെ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം നല്ലൊരു ആംബിയൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കിച്ചൺ വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് വേണമെങ്കിൽ പാചകം ചെയ്ത് കഴിക്കാൻ ഗ്യാസും സ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പാചകം ചെയ്ത് കഴിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ ഒന്നുമില്ല, പക്ഷെ നല്ല കൂളിംഗ് ഉണ്ട്. നമുക്ക് എന്ത് വെച്ചാലും നല്ല കൂളിംഗ് ആയിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട്, അതാണ് ഹൈലൈറ്റ്. നമുക്ക് നല്ലൊരു ബാൽക്കണി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ചുറ്റും ഇതേപോലത്തെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ ചുറ്റും. ഇത് മൊത്തം ഇവരുടെ ഏരിയയാണ് തോന്നുന്നത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ റൂം. അത്യാവശ്യം നല്ല ഭംഗിയുള്ള റൂമാണ്. പിന്നെ ബെഡും കാര്യങ്ങളും നോക്കില്ല, അതൊക്കെ നമ്മൾ കിടന്നെണീറ്റുകൊണ്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു പ്രൈവറ്റ് ബാൽക്കണി വരുന്നുണ്ട് നമുക്ക്. പിന്നെ റൂമൊക്കെ അത്യാവശ്യം നല്ല റൂമാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്കിവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് റൂമിൽ തന്നെ. അത് അത്യാവശ്യം നല്ലൊരു ബാത്റൂമാണ്, വൃത്തിയും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇവരെല്ലാം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മോശം പറയാനില്ല. ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ അപ്പുറത്തെ റൂം വരുന്നുണ്ട്, ആ റൂം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്, അതും അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഇതാണ്ട് പിന്നെ ഞാൻ പിന്നെ അതുപോലെ തന്നെ ആ റൂമിനെ അപേക്ഷിച്ച് ഈ റൂമിൽ വ്യത്യാസങ്ങളുണ്ട്, ചെറിയ രീതിക്കുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇവിടെയുള്ള 2 റൂമായാലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള റൂമാണ്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ അലമാര വരുന്നുണ്ട്. അലമാരയ്ക്കകത്ത് എക്സ്ട്രാ ബെഡ്ഷീറ്റും പില്ലോസൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ എക്സ്ട്രാ ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ 2 പേരേ ഉള്ളൂ, ഇപ്പോൾ 4-5 പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് അടിച്ച് പൊളിക്കാം. അത്രയ്ക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ബെഡൊക്കെ നോക്കി നല്ല വൃത്തിയുണ്ട്, നോക്കിയേ, ഒരു തരത്തിലുള്ള അഴുക്കോ കറയോ ഒന്നുമില്ല ബെഡിൽ. സത്യം പറഞ്ഞാൽ ബിലാൽ ബ്രോ അടുത്താണ് താങ്ക്സ് പറയുക. ബിലാൽ ബ്രോയാണ് നമുക്ക് വേണ്ടി ഗോവയിലെ സ്റ്റേയും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. ഞാൻ നിങ്ങൾക്ക് ബിലാൽ ബ്രോയെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗായ്സ് രാവിലെ ഹെയറി ബോയ് ഹെയർ കെയറിലാണ്. പുള്ളിക്കാരനൊരു ചാനലുണ്ട്, ഹെയറി ബോയ് എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹെയറിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്. ഹെയറി ബോയ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എവിടെ പൂളില്ല? പിന്നെ അല്ല, നമ്മൾ പൊളിക്കൂലേ? അപ്പോൾ ഗൈസ് നമ്മൾ പൂളിലേക്ക് കുളിക്കാൻ പോവുകയാണ്. വന്ന ഉടനെ ഒരു കുളി പാസ്സാക്കാം. പിന്നെ നസീറിൻ്റെ കൂടെ നടക്കുന്ന പുള്ളിയാണ് ബിലാൽ ബ്രോ. പുള്ളിയാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് പുള്ളി മലയാളിയാണ്. ഇവിടുത്തെ A to Z കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യുന്ന പുള്ളിയാണ്. സ്റ്റേയും ഇവിടുത്തെ ബാക്കി ട്രിപ്പിൻ്റെ പ്ലാൻസ് ഫുള്ള് സെറ്റ് ചെയ്യുന്ന പുള്ളിയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത്യാവശ്യം അടിപൊളി ഒരു സംഭവമാണ്. കാരണം
ഗോവയിലൊക്കെ ഇപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രോപ്പർട്ടിയിലൊക്കെ നിങ്ങൾക്കൊരു സ്റ്റേ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോഴല്ല നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഈ പൂൾ ഉൾപ്പെടെയുള്ള ഒരു അടിപൊളി സ്റ്റേ നമുക്ക് കിട്ടിയത്. അതിന് ഒരുപാട് താങ്ക്സ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബിലാൽ ബ്രോയുടെ അടുത്താണ്. ബിലാൽ ബ്രോ ഹായ്. ബിലാൽ ബ്രോയുടെ സലാല ഹോളിഡേയ്സ് എന്ന് പറയുന്ന പാക്കേജ് എടുത്തിട്ടാണ് നമ്മളിവിടെ വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നവരെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും എന്താവും ഒരു പിടിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് പുള്ളിയുടെ ആ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും കോൺഫിഡൻസും ഒക്കെ വന്നു. കാരണം എന്തായാലും ഈ ട്രിപ്പ് അടിപൊളിയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. കാരണം എന്ത് കാര്യം നമുക്ക് പുള്ളിയോട് ധൈര്യമായിട്ട് പറയാം. നസീറ ചാടാൻ പോവാണോ? ചാടി ഇറങ്ങാം. ചാടാൻ പോവാണോ? നരനാണോ? വേലേതേട്ട മരം ചാട്. ആ ഓ പോയി, തിരിച്ചു വരുമുണ്ടോ? കുറെ നാള് കൂടിയിട്ട് വെള്ളം കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് കാണുമ്പോഴേ അറിയാം. ഓ നീന്തി എവിടെ പോണ് എടാ? എങ്ങനുണ്ട്? എന്ത് പണ്ട് വെള്ളം ഇച്ചിരി പേടിയാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇത്ര ആഴമുണ്ട്, ഒന്നാമത് നീന്ത അറിഞ്ഞില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് നീന്ത തന്നെ. ഗായ്സ് ഒരു രക്ഷയില്ല, ഒരേ പൊളി. കാരണം ഒരാൾ അവിടെ കിടന്ന് മുങ്ങി താറുന്നുണ്ട്. നീന്തണല്ല, നടക്കണേ വെള്ളത്തിൽ കൂടെ. നടക്കണതല്ലേ വെള്ളത്തിൽ കൂടെ ഓട്ടം. ഗായ്സ് ഒരേ പൊളി ഗായ്സ്. ഇവിടുന്ന് അവിടെ വരെ നീന്തിയ 1000 രൂപ. ഇവിടുന്ന് അവിടെ വരെ നീന്തിയാ ഞാനങ്ങൂല്ല, എനിക്ക് 1000 രൂപ വേണ്ട. അങ്ങനെ പറയില്ലേ? ഞാൻ തരാം, 2000 രൂപ. 2000 രൂപ നീ എന്നാ വെച്ചിട്ട് അടിക്കോ? ആരെങ്കിലും കണ്ടല്ലേ ഗൈസ്, ആരെങ്കിലും കണ്ട പെണ്ണുങ്ങളെ കുളിക്കണമെന്ന് പറയാ. എവനെയൊന്നും വിശ്വസിച്ച് കൂടുതലിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. തൽക്കാലം വെറുതെ വിടുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഇതാണ് നമ്മുടെ ബിലാൽ ബ്രോ, പുള്ളിയുടെ പാക്കേജിലാണ് നമ്മളിവിടെ വന്നത്. സലാല ഹോളിഡേയ്സ് എന്ന് പറയുന്ന പാക്കേജിലൂടെയാണ് നമ്മളിവിടെ വന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇങ്ങനൊരു ട്രിപ്പ്, അതും ഇത്രയും നല്ലൊരു ആംബിയൻസിലും സെറ്റപ്പിലും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയായിരുന്നു. കാരണം വളരെ കുറച്ചൊരു ബഡ്ജറ്റിൽ പുള്ളി നമുക്ക് സെറ്റ് ചെയ്തുന്ന കാര്യങ്ങൾ, അക്കോമഡേഷനും സ്റ്റേയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഈ പൂളിലെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ഇവിടുത്തെ നൈറ്റ് ലൈഫും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാം ബിലാൽ ബ്രോ ആണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ ഗായ്സ് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. ഗായ്സ് അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. നമുക്ക് ആൾറെഡി ഇവർ പാക്കേജിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും പോരാണ്ട് ഇതൊരു മലയാളി നടത്തുന്ന റെസ്റ്റോറൻറ്റ് കൂടെയാണ്, അതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. സത്യം പറയാലോ, നമ്മളിവിടെ എത്തിയപ്പോൾ ആൾറെഡി നല്ല ലേറ്റായി. നമുക്കിവിടെ ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞിരുന്നത് ഏകദേശം 9 മണിക്കകത്താണ്. അപ്പോൾ നമ്മൾ എത്തിയത് 12 മണിയായി. കാരണം നമ്മൾ കുറച്ചും കൂടെ നേരം കിടന്നങ്ങ് ഉറങ്ങി, പിന്നെ കുറച്ച് പുറത്തിറങ്ങി കറങ്ങിയൊക്കെ വന്നപ്പോൾ 12 മണിയായി. സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഇവിടെ എത്തിയപ്പം ഏകദേശം ഫുഡെല്ലാം കഴിഞ്ഞ്. പിന്നെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന അൺലിമിറ്റഡ് ഫുഡാണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. എത്രത്തോളം നമുക്ക് വേണം അത്രത്തോളം നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. ഫുഡൊക്കെ അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുക കാണാൻ സാധിക്കും. കാരണം ഇവിടെ ആൾറെഡി എല്ലാവരും വന്ന് കഴിച്ചിട്ട് പോയി.
അവസാനം ലൈറ്റും കാര്യങ്ങളെല്ലാം ഒരു ഓഫ് ചെയ്തപ്പോഴാണ് നമ്മൾ ചെന്ന് കയറിയത്. അപ്പോൾ ഗായ്സ് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നാളെ മുതലാണ് നമ്മൾ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഗോവയിൽ 2ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. സത്യം പറഞ്ഞാൽ ഗോവയ്ക്കുണ്ടല്ലോ ഓരോ സ്ഥലത്തും ഓരോ നേച്ചറാണ്. നമ്മൾ കടലിനടിയിലേക്ക് പോകുമ്പോഴേ ഈ മീനുകളുണ്ടല്ലോ നമ്മളെ പൊതിയും. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല.